60% കേന്ദ്ര വിഹിതം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വയനാട്ടിലെ റൂസ കോളേജ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെ ഒഴിവാക്കി. ഉദ്ഘാടന പോസ്റ്ററിൽ പ്രധാനമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ ചിത്രങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഫോട്ടോകൾ ഇടം നേടുകയും ചെയ്തു. നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നേരിട്ടെത്തി പ്രതിഷേധിക്കാനാണ് BJPയുടെ തീരുമാനം. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, 60% കേന്ദ്ര വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കോളേജ്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലെ ആരെയും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല, ആരുടെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയില്ല. ഇത് സമ്പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നുള്ള നിലയിലാണോ നാളത്തെ ഉദ്ഘാടനം? അർജുൻ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിൽ പ്രധാനമായിട്ടുമുള്ള മുഖം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെതുണ്ട്. പിന്നീട് OR കേളുവിന്റെ ചിത്രവും ഇതിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെയോ മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയോ ഫോട്ടോകൾ ഇതിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത. സൂചിപ്പിച്ചതുപോലെ തന്നെ 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ട് പോലും അവരുടെ പോലും ഈ ഒരു മുഖം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. അതായത് റൂസ കോളേജുമായി മോഡൽ ഡിഗ്രി കോളേജിനെ ചെലവഴിക്കുന്ന തുക, ഇതിൽ 7.2% ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ബാക്കി മാത്രമാണ് കേരള സർക്കാർ ചെലവഴിക്കുന്നത്. തൃശ്ശിലേരിയാണ് ഇത്തരത്തിൽ ഒരു മോഡൽ കോളേജ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരംഭഘട്ടത്തിൽ എന്നോണം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാനന്തവാടി ഗവൺമെന്റ് കോളേജിലായിരിക്കും ഇത് താത്കാലികമായി പ്രവർത്തിക്കുക. അതിനുശേഷമായിരിക്കും തൃശ്ശിലേരിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് ഇത്തരത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. ഡോക്ടർ R ബിന്ദുവാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തുന്നത്. അത്തരത്തിൽ എന്നിരുന്നാൽ തന്നെയും ഇവരെ എത്തുന്നതിന് കൂടെ തന്നെ കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള BJPയോ ആരും ഒരാളെ പോലും ഉൾപ്പെടുത്താത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം ഇവ നിശ്ചയിച്ചിട്ടുള്ളത്. നാളെയാണ് ഉദ്ഘാടനം. അതിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് ഈ പോസ്റ്ററിൽ പോലും ഇത് ഗവൺമെന്റ്, അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് പോസ്റ്ററിൽ പോലും കാണിക്കുന്നത്. ആ പോസ്റ്ററിൽ പോലും ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയിൽ അംഗമാണെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോയോ വെക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ പല പദ്ധതികളും അടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കേരള സർക്കാർ അടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ദേശീയപാത കേന്ദ്ര വിഹിതം ഉപയോഗിച്ച് ഭൂരിപക്ഷവും കേന്ദ്ര വിഹിതം ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വയനാട് റൂസ കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിനിധികളെ മനഃപൂർവ്വം സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയത്. അതിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കും. അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.